ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പം രാജസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോ രാജസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു 12:45 അങ്ങനെ രാജസ്ഥാൻ ജയ്പൂർ എത്തും. സോ വി ആർ ഗോയിങ് ടു മേക്ക് എ രാജസ്ഥാൻ വ്ലോഗ്. ദിസ് ഇസ് അഫ്രീദ്, ദിസ് ഇസ് ദിൽഷ, ബോത്ത് ആർ മൈ ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ അഫ്രീയുടെ ഉമ്മയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നത്. അതിന്റെ അടുത്തൊരു താങ്ക്സ് പറയണം. ഉമ്മ താങ്ക്സ്. ഞാനുണ്ട് ഉമ്മ താങ്ക്സ്. ഗായ്സ്, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് തുറക്കാണ്. എന്താ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നോക്കാം. അങ്ങനെ പറയുന്നു. ഓ, ഇതിപ്പോ 2 മണിക്കൂറാവും. എടാ ഒന്ന് വേഗം. എന്തുവാ എന്തോ കാര്യമായിട്ടുണ്ട് ദൈവമേ. ഓ ഗായ്സ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗായ്സ്. ഇന്നലെ തിന്നിട്ട് നമുക്ക് സന്തോഷം കിട്ടൂലേ? സത്യം. എങ്ങനെ കഴിക്കണ്ടെന്ന് വെച്ചാല് ഇത് പത്തിരിയും ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങൾ 2-3 ദിവസം ട്രെയിൻ ട്രിപ്പിന് വരുവാണെങ്കിൽ അങ്ങനെ ഉണ്ടെന്നാൽ മതി. ഡീപ് ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുവരും. ഡീപ് ഫ്രൈ ആണോ ഇത്? അപ്പൊ വാട്ടർ കണ്ടന്റ് കുറവായത് തന്നെ ചീത്തയാക്കൂല. ഓക്കെ. അമ്മ അവരുടെ സസൂർ, അതായത് സസൂർ മീൻസ് അവന്റെ അച്ഛന്റെ അച്ഛൻ. സോ നമ്മള് ഇനി രാജസ്ഥാൻ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോ ശ്രീശ്യാം റെസ്റ്റോറന്റിൽ വന്നേക്കുവാ. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. പനീർ ഇസ് വെരി ഗുഡ്. നോക്കൂ, ഇതൊന്നും ബീഫ് എന്ന് പറയാൻ പോലും പറ്റില്ല ഗൈസ്. നമ്മളിപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിപ്പം സ്കൂട്ടി ബുക്ക് ചെയ്യണം. നമ്മൾ സ്കൂട്ടി ബുക്ക് ചെയ്യാൻ പോവാണ്. ഗൈസ്, നമ്മൾ സ്കൂട്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എവിടെയോ പോവാണ്. ഇവരാണ് നമുക്ക് സ്കൂട്ടി തരുന്നതെന്നാണ് തോന്നുന്നത്. ये है हमारा ऑटो वाला भैया. हाय बोलो भैया. हाय. मेरा इसको डालना आप YouTube चलाते हो? हाँ. YouTube पे डालो ना. हाँ ठीक है, डालती हूँ. आप सब्सक्राइब किया? मैं कभी वीडियो ही नहीं डाला अभी तक. मेरा पहला वीडियो है. अच्छा जयपुर घुमाता है, अच्छा होटल दिखाता है. नहीं, हमने सब कुछ पहले से ही बुकिंग किया है. नहीं, आप थोड़ा बोल के डाल दोगे तो और भी अच्छा रहेगा. आपने तो आपका नाम क्या था? मोहम्मद इमरान भैया के पास सब लोग जाओ. जब कोई भी जयपुर घूमने के लिए आएंगे ना, तो मोहम्मद इमरान भैया को कॉल करो. लेकिन उनको कैसे? आपका नंबर 8619897405. ये मेरा नंबर. ठीक है, नोट करो. हाँ, ये 4 लोग देखेंगे भैया. हम 4 लोग देखेगा. എല്ലാരും കാണണം കേട്ടോ. എല്ലാരും കണ്ടിട്ട് ഇമ്രാൻ ഭയ്യനെ വിളിച്ചിട്ട് നിങ്ങൾ പറയണം എന്റെ റെഫറൻസിലാ വന്നേന്ന്. മനസ്സിലായോ? ഇവിടുന്ന് സ്കൂട്ടി റെന്റ് എടുക്കാൻ താല്പര്യമുള്ളവര് ജെയിൻ പാലസിൽ വന്നാൽ മതി കേട്ടോ. 400 റുപ്പീസിന് സ്കൂട്ടി തരുന്നൊക്കെയാണ് ഇവര് പറയുന്നത്. നോക്കാം. ഗൈസ്, നമ്മൾ ഹോസ്റ്റലിലെത്തി. ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ്. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയായിരിക്കും കിട്ടണേ നിങ്ങൾക്ക്, ബിക്കോസ് ഞാൻ എങ്ങനെയൊക്കെയോ എടുക്കുന്നത്. ഹായ്, നല്ലുണ്ട് ഗൈസ്. നല്ല ഈസ്തു പ്ലേസ് ആണ്. എങ്ങോട്ടാ പോകേണ്ടത്? എന്നെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല ഗൈസ്. ഈ അഫ്രിക്ക് എൻ്റെ ഒരു ബാഗ് പോലെ എടുക്കാൻ വയ്യ. നമ്മൾ തുറന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ഡോം. അയ്യോ,
നമ്മള് റെഡിയായി ഗൈസ്. ഇതാണ് എൻ്റെ അടുക്കെ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കൊള്ളാം അല്ലേ? നമ്മളിപ്പോൾ ജയ്പൂരാ പോകുന്നേ. ഇപ്പോൾ സമയം എത്രയായി? നമ്മൾ ഇനിയിപ്പോൾ എല്ലാം ക്ലോസ് ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വിൽ ട്രൈ എന്തൊക്കെ കാണാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഹവാമഹൽ കാണാൻ പോവാ അല്ലേ? ദിൽഷനെ കാണിച്ചതാ. ഇതാണ് ഗായ്സ് എന്റെ ദിൽഷ. ഞാൻ നിങ്ങൾക്ക് ജയ്പൂർ കാണിച്ചു തരാം. ജയ്പൂർ ആക്ച്വലി ഇപ്പൊ കാണുന്നത് ജയ്പൂർ എന്ന് വെച്ചാല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജയ്പൂർ അല്ല. ഇതൊരു സിറ്റി പോലെ തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷെ എങ്കിൽ മാറുമായിരിക്കും തോന്നുന്നു. പക്ഷെ എനിക്കൊന്ന് ജയ്പൂർ സിറ്റി പോലെ തന്നെ ആയിരിക്കും. ജയ്പൂർ ഇസ് എ സിറ്റിനോ, അതങ്ങനെ ആയിരിക്കും. അടുത്ത സ്ഥലങ്ങളിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ് ആണ് പറ്റുന്നത്. ഇപ്പൊ ഇതിലേക്ക് സിറ്റി ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, കണ്ടോ? എനിക്ക് ഇതിനെ കൊണ്ട് വ്ലോഗ് എടുക്കാൻ പറ്റില്ല ഗൈസ്. എനിക്കൊരു ക്യാമറ വാങ്ങിക്കണം ഗൈസ്. ഭയങ്കര പാടാ ഫോണിനെ കൊണ്ട് എടുക്കാൻ. ആരെങ്കിലും എനിക്കൊരു ക്യാമറ സ്പോൺസർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. രാത്രി ഓണായിരിക്കും. രാത്രി പോകാൻ ഗൈസ്. ഇവിടെ രാജസ്ഥാൻ. അപ്പോൾ നമ്മളിപ്പം ഹവാമഹലിന്റെ ഫ്രണ്ടിലാണുള്ളത് ഗൈസ്. പക്ഷെ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് കാണാൻ പറ്റുന്നില്ല. ലൈക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ആ സാധനമല്ലേ, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മളതിന്റെ ബാക്കിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വന്നേക്കുവാന്ന് തോന്നുന്നു. അപ്പൊ അവര് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുള്ളത്. ഐ ആം നോട്ട് ജോക്കിംഗ്. ദിസ് ഇസ് സോ 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 ബ്യൂട്ടിഫുൾ. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉണ്ട് ഗൈസ്. I don't know if I should vlog or should I enjoy this. ഞാൻ കുറച്ചും കൂടി എടുക്കുള്ളൂ, എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യൂട്ടോ. छोड़ेंगे हम मगर तेरा साथ ना छोड़ेंगे. क्या करूंगी मैं? तू क्या? चांद अगर रोशनी ना दे तो मुझे कोई गम नहीं. मैडम जी, आपकी रोशनी किसी चांद से कम नहीं. ये नागिन सी जुल्फे, ये जहरीली आंखें, यानी ये नागिन सी जुल्फे, ये जहरीली आंखें, जिन्हें जो ये डस ले वो पानी ना मांगे. कुछ और डेडिकेट करना चाहते हो? हाँ, कुछ कहना चाहते हैं आप मेरे YouTube लोगों के लिए? आपके लिए क्या? तो मैडम को सरप्राइज करो और मैडम को आगे बढ़ाइए और मैडम का चैनल फॉलो करो. मेरा पहला वीडियो होगा ये. मैडम आपका चैनल बना हुआ है? चैनल तो अभी बनाएंगे मैं, इसलिए मैं ये वीडियो बना रही हूँ. तो मैडम को आगे से आगे सपोर्ट करें. हाँ, सब्सक्राइब करो और चैनल को सब्सक्राइब करो. हाँ, वही मैडम को सब्सक्राइब करो. क्या बोलते हैं? सब्सक्राइब. ഹവാമഹൽ എൻ്റെ ഫോണിൽ ചാർജ് ലഗായി. ഹവാമഹൽ മാത്രമേ ഇന്ന് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ബൈ. നല്ലില്ലേ? കാണിച്ചാവേ. ആ ഗൈസ്, ഇനി രാജസ്ഥാൻ കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് രാജസ്ഥാനിലെ ജയ്പൂർ. നമ്മളിപ്പം ടാറ്റു കഫേയിലാണല്ലേ. ഇറ്റ്സ് എ വെരി എസ്തെറ്റിക് കഫേ ആൻഡ് ഓൾ. ബട്ട് ഇവിടെ കയറണമെങ്കിൽ നമ്മൾ 250 rupees പെർ ഹെഡ് കൊടുക്കണം. പക്ഷേങ്കിൽ ആ പൈസ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തീർക്കാം നമുക്ക്. പക്ഷേങ്കിൽ പെർ ഹെഡ് 250 rupees കൊടുത്തേ പറ്റൂ. അപ്പം അത്രേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കഫേ. നമുക്ക് ഡയറക്റ്റ് ഹവാമഹൽ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ കഴിയും. നമ്മൾ ഹവാമഹലിന്റെ മുന്നിലാണ്.
രാത്രി കൊള്ളത്തില്ല ഗൈസ് വീഡിയോ. ഇവിടെ തണുപ്പൊക്കെ ആവാൻ തുടങ്ങി, അതുകൊണ്ട് നമ്മൾ സ്വെറ്റർ ഒക്കെ ഇട്ടു. നമ്മൾ പിങ്ക് സിറ്റി കാർണിവൽ കാണാൻ വന്നേക്കുവാ. ടിക്കറ്റ് വേണോ? എന്റെ മോനെ, നമ്മുടെ ഭാഗത്തി ഗൈസ്. ഞാനില്ല, നീ കയറി. ആ കയറിയാലും മതി. എന്താണോ എന്തോ ഈ വ്ലോഗർമാരെയൊക്കെ സമ്മതിക്കണം. നാളെ കാണാം ഗൈസ്. ബൈ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതാണ് നമ്മുടെ ഇവന്റ്. വലിയ കാര്യമൊന്നുമില്ല. എന്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. നമ്മുടെ ഓട്ടോക്കാരൻ വന്നു. സോ വി ആർ ഗോയിങ് താഴെ. അതിന്റെ മേളിൽ സാരി ഒക്കെ എടാ തലമണ്ട അടിച്ച് പൊട്ടിക്കും. ഞാൻ കുറെ മണ്ടന്മാരുടെ കൂടെ ഞാൻ പോകുന്നേ. ഒന്നിനും അറിയില്ല, എനിക്കറിയില്ല. നമ്മളിപ്പോ ഇങ്ങോട്ട് എവിടെയായിരുന്നു? വണ്ടിക്കൊന്നും അറിയില്ല, കൊറേ സ്ഥലത്ത് പോകണ്ടേ. ഇവിടെ വണ്ടി ഓടിക്കൽ ഭയങ്കര പാടാ. ഇവിടെ ഇന്നലെ ആരും ഒന്നും നോക്കുന്നില്ല. പെട്ടെന്ന് അങ്ങ് വളക്കുക. ചത്തു പോകുന്നാ തോന്നുന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഭയങ്കര പൊട്ടയായിട്ടാ വണ്ടി ഓടിക്കുന്നത്. ഇതെന്താ ഇവിടുത്തെ മണ്ടോ? ഞാനെന്താ പറഞ്ഞേ, എന്താന്നറിയോ, ഇവിടുത്തെ ആൾക്കാര് സൈഡൊക്കെ എടുക്കുമ്പോഴേ അങ്ങ് എടുത്ത് പോവാ. നമ്മടുത്ത് ഒന്നും നോക്കൂല, ഇൻഡിക്കേറ്റർ ഇടൂല. ചത്തു വല്ല പ്രശ്നമില്ലാന്നുള്ള അവസ്ഥയില. ഹോണടിച്ച് മരിക്കുവാ ഇവിടുത്തെ ആൾക്കാർ. ഇപ്പൊ നഹർഗർ ഫോർട്ടിൽ നിന്ന് നേരെ ജയ്ഗർ ഫോർട്ടിൽ പോകും. ജയ്ഗർ ഫോർട്ടിൽ നിന്ന് അമർ ഫോർട്ടിലേക്ക്, അവിടുന്ന് പന്ന മീനാക്ക കുണ്ടിലേക്ക്. ആരുമില്ലാത്തത് ഇവിടെ. നമ്മളെത്തി ഗൈസ്. വെയിലുണ്ട്. കോരങ്ങൻ ഇവിടെ സാരി എടുത്ത് വന്നില്ല, പിന്നെ എവിടെ സാരി എടുത്ത് പോവാനാ? പറയാ എന്നെ കാണാൻ പാൻറ് ലുക്കാണ്. സത്യമല്ല ഗൈസ്, അണ്ണാ ചുരുക്കില്ലേ? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇവിടെ എവിടെയോ എന്തോ ഉണ്ടായിരുന്നു, ഒരു ഫീല് വരുന്നുണ്ട്. നഹർഗർ ഫോർട്ട്. നഹർഗർ ഫോർട്ട്. പിന്നെ പിന്നെന്താ പറഞ്ഞ എന്തേലും പറ യൂട്യൂബിൽ കണ്ടിട്ട്. എല്ലാവരും ഈ ചാനൽ അടിച്ചു പൊട്ടിക്കുക. ഒന്നും മനസ്സിലാവണില്ലല്ലോ. പുറത്തിറങ്ങാൻ അറിയാലോ അല്ലേ? എന്തോന്ന് എവിടെ എല്ലായിടത്തും വഴിയുണ്ട്. നമ്മളിപ്പോ വന്നിടത്ത് തന്നെ തിരിച്ചു
എനിക്കറിയില്ല. ചിത്തിലൂടെ ഇറങ്ങാം. കയറിക്കോ. എന്റെ അമ്മോ, വെയില്, പക്ഷെ സുഖമുള്ള വെയില്. എടാ നിങ്ങൾക്കില്ലേ ഈ ക്യാമറയിൽ നിങ്ങൾ കാണുന്നില്ലേ, ഒരു 100% ജസ്റ്റിഫൈ ആവുന്നില്ല ഗൈസ്. Because it's so beautiful. ഇത് മറ്റേ സ്ത്രീ 2-ലെ പെണ്ണിനെ പോലെ ഉണ്ട്. എടാ നമ്മളിങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പോവാ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോലെ ബേട്ടിയാണ് നമ്മളിപ്പോ. അതെ മീന ബേട്ടി. ഗൈസ് നമ്മള് ശീഷ്മഹൽ കാണാൻ പോവാണ്. നമുക്കിവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. പിന്നെന്താ, നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറണമെങ്കിലും നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല. എന്തിന്റെ, ഈ മ്യൂസിയത്തിന്റെ. ഇവിടെ 2 മ്യൂസിയവും ഒരു ശീഷ്മഹലും ഉണ്ട്. അപ്പോൾ അത് കാണണമെങ്കിലും നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, ക്യാമറ എടുക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളിപ്പോൾ ശീഷ്മഹൽ കാണാൻ പോവാണ്. ഓക്കെ ബൈ. നിങ്ങൾക്ക് പന്ന മീനാക്ക കൊണ്ട് കാണിച്ചു. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? എന്ത് ഭംഗിയല്ലേ ഗൈസ്, ഇതൊക്കെ കാണണ്ടേ എല്ലാരും? അല്ലേടാ, കാണണ്ടേടാ. ഇതേപോലെ നിങ്ങൾ ഇതുപോലെ പുറത്തോട്ട് വീട്ടിലിരിക്കരുത്. എനിക്ക് ഇവിടെ എൻ്റെ ഒരു കഴിഞ്ഞ ജന്മത്തിലെ എൻ്റെ സസുറാല് പോലൊക്കെ ഫീൽ അടിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നിട്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഇങ്ങനെ വരുമ്പോൾ നോക്കാറ്. ഹായ് ഗൈസ്, വെൽക്കം ടു ജയ്പൂർ ഡേ 3. നമ്മൾ ഔട്ട്ഫിറ്റ് അയച്ചതാ. നമ്മളിപ്പോ സിറ്റി പാലസിന്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഒരു കുരുവെള്ളം, വാവ് അടിപൊളി. അത് ജയ്പൂർ വെൽക്കം. നമ്മളിപ്പോ സിറ്റി പാലസിന്റെ ഫ്രണ്ടിലെത്തി. നമ്മളിപ്പോ ഒരു ചായക്കടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കോ. ബിക്കോസ് ഇവിടെ ഒന്നും ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഇല്ല. സോ നമ്മൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ചായക്കടയിൽ വന്നേക്കും. ഓക്കെ ബൈ. മാഗി വന്നു ഗൈസ്. യമ്മി ആണോ? ഹോട്ടാണോ? യമ്മിയാണോ? ഓക്കെ. എന്താണോ എന്തോ. നമ്മളിപ്പോ പത്രിക ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഒട്ടും ലൈറ്റ് ഇല്ല. ഒരു 1.5 ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പത്രിക ഗേറ്റ് പോയി. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മള് പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടി പോയി. അതിനുശേഷം എവിടെ പോയേ? ഷോപ്പിങ്ങിന് വേണ്ടി പോയി. ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മുടെ ട്രെയിന് 4:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് 4:15. ഇവിടെ ഫുള്ള് ബ്ലോക്ക്. നമ്മൾ ജസ്റ്റ് മിസ്സായിരുന്നു സ്കൈസ് ട്രെയിന്. നമ്മൾ ട്രെയിനിൽ കയറി. It was a very beautiful journey. Actually it's not over, but Jaipur കഴിഞ്ഞു. 3 days trip is over and इतना ही है. अभी मेरा जयपुर व्लॉग यहाँ पे खत्म होता है. ओके बाय. അടുത്തത് നമുക്ക് ജയ്സൽമേർ വെച്ച് കാണാം. ഓക്കെ ബൈ.